മെട്രോ നിർമ്മാണത്തിനിടെ കൊച്ചി കലൂർ റോഡിൽ പൈപ്പ് പൊട്ടി. കുടിവെള്ളം മുടങ്ങിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തിനിടെ കളക്ടർ സ്ഥലത്തെത്തി പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പു നൽകി. ഇന്നലെ രാത്രിയോടെയാണ് പാലാരിവട്ടം ഭാഗത്ത് മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങുന്നത്. പൈപ്പ് പൊട്ടിയതോടെ കലൂർ പാലാരിവട്ടം റോഡിൽ വെള്ളക്കെട്ടുണ്ടായി. കുടിവെള്ളം മുടങ്ങിയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. താൽക്കാലിക പരിഹാരമായി ഇന്നലെ രാത്രി കുടിവെള്ളം എത്തിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. KWA വിത്ത് മെട്രോ വാട്ടർ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചെറിയ ചെറിയ ടാങ്കറുകളിലും വലിയ വലിയ ടാങ്കറുകളിലും മറുടലിനെ KWAയുടെ വാട്ടർ തന്നെ എടുത്തിട്ട് മെട്രോയുടെ പേയ്മെന്റ് അടിസ്ഥാനത്തിൽ കുറച്ചാണെങ്കിലും കുറച്ച് കൂടുതൽ സ്ഥലക്കാണെങ്കിലും വെള്ളം എത്തിക്കുന്നതായിരിക്കും. ഉമാ തോമസ് MLAയുടെയും ദീപ്തി മേരി വർഗീസിന്റെയും നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. 4 ദിവസം പൈപ്പ് പൊട്ടിയതിനാൽ തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. അതിന് പരിഹാരം കണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും ഇതേ സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരം അവിടെ ശരിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പൊട്ടിയത്. ഒരു പ്രാവശ്യം പൈപ്പ് പൊട്ടിയല്ലേ 4 ദിവസമാണ് വെള്ളമില്ലാത്തത്. ഇന്നിപ്പോ ഇവിടെ പൊട്ടിയുണ്ട്, ഇനി 4 ദിവസം ഉണ്ടാവില്ല. അവരോട് ഇന്നിപ്പോ നമ്മ സാറന്മാരോട് വെച്ചിട്ട് അവർ പറയണത് എന്താണെന്ന് അറിയോ? ഒന്നും പറയാൻ പറ്റും. ഞങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഇതിന് ഇറങ്ങിയത് കേട്ടോ. ഇന്ന് വാട്ടർ അതോറിറ്റിയുമായും KMRLുമായും ചർച്ചയ്ക്ക് ശേഷം ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമം. ഇതേ സാഹചര്യം തുടരുകയാണെങ്കിൽ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെയും തീരുമാനം. മീഡിയ 1 കൊച്ചി. കേരള കോൺഗ്രസുകൾ നേരിട്ടേറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത്. മധ്യകാലത്തിൽ നിരവധിയിടങ്ങളിൽ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും പരസ്പരം ഏറ്റുമുട്ടി. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ വലയുദ്ധത്തിൽ വിജയിച്ചത് ജോസ് വിഭാഗമാണ് എന്നാണ് തെളിയുന്നത്.